മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ഗണപതി നിലയം മോഹൻദാസ്, ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. ജൂൺ മാസത്തിൽ സംഭവിക്കുന്ന വ്യാഴമാറ്റ ഫലപ്രവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം പുണർദ നക്ഷത്രം. മിഥുനക്കൂറിലും കർക്കിടകക്കൂറിലുമായി നിൽക്കുന്ന പുണർദ നക്ഷത്രം. പുണർദ നക്ഷത്ര ജാതകർ പൊതുവെ സൗമ്യ സ്വഭാവക്കാരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് രീതിയിലുള്ള ഉപകാരങ്ങൾ ചെയ്യണമെങ്കിലും അവനവൻ്റെ കാര്യം നോക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കും. മൊത്തത്തിൽ സമൂഹത്തിലെ എല്ലാ കാര്യത്തിലും വലിയ സഹകാരികളാണ് പുണർദ നക്ഷത്രക്കാർ. അത് പലർക്കും കുടുംബസുഖം കുറവാണെന്നൊരു അഭിപ്രായമൊക്കെ ഉണ്ട്. എങ്കിലും ധനപരമായിട്ടോ ഔദ്യോഗികപരമായിട്ടോ വ്യക്തിബന്ധങ്ങളുടെ രീതിയിലൊക്കെ ഒത്തിരി സുഹൃത്തുക്കളും ആൾക്കാരും ഒക്കെ ഉള്ള ആൾക്കാരാണ് പുണർദ നക്ഷത്രക്കാർ. പൊതുവെ നിസ്വാർത്ഥ സ്വഭാവക്കാരുമാണ്. കുറച്ച് മുൻശുണ്ടിയുള്ളവരാണ്. എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും ചാടിക്കയറി മുൻശുണ്ടി കാണിക്കും. അവർക്കൊരു സ്വഭാവം എന്നാന്ന് വെച്ചാൽ എവിടെ ചെന്നാലും അവരെ പൊക്കി പിടിച്ചു നടന്നോളണം. അവരെ അത് നമ്മുടെ അമ്മാവനാണ്, അല്ലെങ്കിൽ വല്യച്ഛനാണ്, ഇന്ന ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചെറുതായിട്ടൊന്ന് പൊക്കി വിട്ട് കഴിഞ്ഞാൽ ഈ പാർട്ടിയോട് അവരുടെ ജീവിതം പോലും വേണ്ടാന്ന് വെച്ച് ബാക്കിയുള്ള സഹകരിക്കുന്ന ആൾക്കാരാണ്. വ്യാഴത്തിന്റെ നക്ഷത്രമാണ് പുണർദം, പൂട്ടാതി, വിശാഖ നക്ഷത്രങ്ങൾ. അതിൽ തന്നെ പരമദിവ്യമായിട്ടുള്ള വ്യാഴത്തിന്റെ ദേവനക്ഷത്രമാണ് പുണർ നക്ഷത്രം. അതുകൊണ്ട് തന്നെ ഈ 27 നക്ഷത്രങ്ങളിൽ തന്നെ പുണർ നക്ഷത്രത്തിന് പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊക്കെ ആചാര്യന്മാർ പറയുന്നുണ്ട്. അപ്പൊ 2026 ജൂൺ 2 വ്യാഴം മിഥുന രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് പകരുകയാണ്. ഇതേ വർഷം തന്നെ 10ാം മാസത്തിൽ വ്യാഴം കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് രാശി പകരുന്നു. 2027 ജനുവരി അവസാനത്തോടെ ചിങ്ങത്തിൽ നിന്ന് വീണ്ടും വക്രഗതിയിലേക്ക് യാത്രയായി കർക്കിടകത്തിൽ തന്നെ വന്നു ചേരുന്നു. വ്യാഴമാറ്റം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ലോകത്തുള്ള മനുഷ്യന്മാരുടെ ഭാഗ്യനിർഭാഗ്യങ്ങളൊക്കെ ഇതുപോലെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു ജ്യോതിഷ സമയമില്ല, അല്ലെങ്കിൽ മുഹൂർത്തമില്ല. ഈ കൊല്ലം അതിന് പ്രത്യേകിച്ച് ഒരു സവിശേഷത കൂടി ഉണ്ടെന്ന് വെച്ചാൽ വ്യാഴം രാശി മാറുന്നത് എങ്ങോട്ടാണ്? ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്കാണ്. വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് കർക്കിടകം. എല്ലാ ഗ്രഹങ്ങൾക്കും സ്വക്ഷേത്രമുണ്ട്, ശത്രുക്ഷേത്രമുണ്ട്, ഉച്ചരാശിയുണ്ട്, നീചരാശിയുണ്ട്, മൂല ത്രികോണ ക്ഷേത്രമുണ്ട്. ഇങ്ങനെ പല പല പൊസിഷനുണ്ട്. അതനുസരിച്ച് ഓരോ രാശികളിലും ഗ്രഹങ്ങളുടെ ഗുണദോഷഫല പ്രവണതകൾക്ക് വ്യത്യാസമുണ്ട്. ഭൂമിയിൽ ഉള്ള സർവചരാചരങ്ങൾക്കും തേജസ്സും ജീവനും ദൈവാധീനവും ഒക്കെ കൊടുക്കുന്നതായിട്ടുള്ള നവഗ്രഹങ്ങളിൽ തന്നെ ഏറ്റവും ദൈവാംശമുള്ള പരമസാത്വികമായിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം. ഈ വ്യാഴത്തിൻ്റെ മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കുള്ള പ്രയാണമാണ്. അപ്പോൾ പുണർദ നക്ഷത്രം നിൽക്കുന്നത് എങ്ങനെയാണ്? മുക്കാഭാഗം മിഥുനക്കൂറിലും കാൽഭാഗം കർക്കിടകക്കൂറിലുമായിട്ടാണ് നിൽക്കുന്നത്. മിഥുനക്കൂറുകാർക്ക് ഈ പിള്ളേരൊക്കെ പറഞ്ഞാൽ അടിപൊളി കാലമാണ്. എന്നാന്ന് വെച്ചാൽ 2ാം ഭാഗത്തേക്കാണ്, ഉച്ചരാശിയിലേക്കാണ് വ്യാഴം വന്നത്. 2ാം ഭാവം എന്ന് വെച്ചാൽ എന്താ? വിദ്യ, ധനം, വാക്ക്. ചുരുക്കത്തിൽ പറയുകയാണേ, ജ്യോതിഷം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് 1ന്റെയും 2ന്റെയും ഒക്കെ ഫലങ്ങൾ. ഇപ്പൊ ചന്ദ്രയാൻ 2ലേക്ക് വ്യാഴം വരുമ്പോൾ വിദ്യ, ധനം, വാക്ക്, ഈ 3 കാര്യങ്ങൾക്കും വലിയ രീതിയിലുള്ള പുഷ്ടിമ ഉണ്ടാവും. വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സ്കൂൾ കോളേജ് ജീവനക്കാർക്കും അതുപോലെ തന്നെ ടെക്നിക്കൽ വിഭാഗം ഒക്കെ ഉൾപ്പെടും കേട്ടോ. ഇങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ല സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് പിള്ളേർക്ക് വളരെ വലിയ രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടാവും. നല്ല മാർക്ക് കിട്ടും. അക്കാദമിക് ശ്രേഷ്ഠങ്ങളായിട്ടുള്ള വലിയ സർട്ടിഫിക്കറ്റുകൾ കിട്ടും. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാർക്കും വിജയവും കിട്ടും. പഠിച്ചു കഴിഞ്ഞിട്ട് നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വിചാരിക്കാത്ത രീതിയിലുള്ള അഡ്മിഷൻ കിട്ടും. പഠിക്കാൻ വേണ്ടി
ബാങ്കുകളിൽ ചെന്ന് കാശ് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ വലിയ തടസ്സമൊന്നുമില്ലാതെ നിർലോഭം ലോൺ കിട്ടും. മക്കളുടെ വിദ്യാപുരോഗതിയിലും മാർക്ക് കിട്ടിയതിൻ്റെയൊക്കെ കാര്യത്തിൽ അച്ഛനും അമ്മമാർക്കൊക്കെ ഭയങ്കര വളരെ ഇതായിട്ട് സന്തോഷിക്കാനുള്ള ഇടവരും. എൻ്റെ കൊച്ച് അത് പാസ്സായി ഇത് പാസ്സായി എന്നും പറഞ്ഞുകൊണ്ട് വലിയ അഭിമാനവും ഇതൊക്കെ ഒരു പരിധിവരെ തണ്ടൊക്കെ പ്രകടിപ്പിക്കാൻ കൂട്ടുകാരുടെ നാട്ടുകാരൊക്കെ ഇടയ്ക്ക് തലക്കമൊക്കെ കൂടി നടക്കാൻ ഇടവരും. അതുപോലെ തന്നെ സാറന്മാർക്ക് പ്രമോഷൻ കിട്ടും, ഗസ്റ്റ് ലെക്ചറർമാരാവും. സ്കൂളുകൾ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ കാശ് അനുവദിക്കും. ചെറിയ സ്കൂളുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഇതൊക്കെ കിട്ടും. അതിനൊക്കെ പല 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 രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ പറഞ്ഞ ആര് വകവയ്ക്കണു, നമ്മളൊക്കെ എത്ര പേരുടെ അടുത്ത് എന്തെല്ലാം കാര്യം പറഞ്ഞു, ആരും വകവയ്ക്കണില്ല, വീട്ടിൽ വകവയ്ക്കില്ല, നാട്ടിൽ വകവയ്ക്കില്ല എന്നൊക്കെ തോന്നലും പറച്ചിലൊക്കെ ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരെയൊക്കെ വാക്കിനൊരു വില ഉണ്ടാവും. ഒരു ഗൃഹനാഥനെ കുടുംബക്കാർ പൊതുവെ അംഗീകരിക്കാതൊക്കെ ഇരിക്കാൻ ഭാര്യയും മക്കളും എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ തീരുമാനങ്ങൾക്ക് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വില ഉണ്ടാവും. നമ്മൾ പലർക്കും കൊടുക്കുന്നതായിട്ടുള്ള വാക്കിന് വില ഉണ്ടാവും. ഞാൻ ഇത്ര മാസം ഇത്രാം തീയതി പൈസ നന്നാക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടുന്നു മാത്രമല്ല കൃത്യമായിട്ട് വാക്ക് പാലിക്കാൻ സാധിക്കും. എഴുത്തുകാർ, സാഹിത്യകാർ, അതുമാതിരി വാക്കുകൾ കൊണ്ട് ജീവിക്കുന്ന വക്കീലന്മാര്, പ്രൊഫസർമാര്, കോളേജ് ലെക്ചർമാർ, നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇവർക്കൊക്കെയൊക്കെ വാക്കിന് ഇതുണ്ടാവും. പ്രാസംഗികര്, അവരെയൊക്കെ പ്രസംഗങ്ങൾ ഒത്തിരി ലോകം ശ്രദ്ധിക്കണ മാതിരി, ഒത്തിരി സമൂഹം ശ്രദ്ധിക്കണ മാതിരി ഒത്തിരി വേദികൾ ഷൈൻ ചെയ്യും പ്രാസംഗികരൊക്കെ. ആര്? മിഥുനക്കൂറുകാര്, തിരുവാതിര, ആരൊക്കെയാണ് അവര്? മകീരം, അര, തിരുവാതിര, പുണർതം, മുക്കാൽ ആൾക്കാരെ കാര്യമാണ് ഈ പറയണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള കണ്ടീഷൻ ഉണ്ടാവും. ധനം നാനാഭാഗത്തു നിന്നും വരവുണ്ടാവും. ലോണൊക്കെ എടുത്ത് ബിസിനസ്സൊക്കെ ചെയ്ത് വലിയ രീതിയിലുള്ള പുരോഗമനമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്ന ആൾക്കാർക്ക്, കച്ചവടക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ള കച്ചവടവും ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. മുടങ്ങിക്കിടന്നായിട്ടുള്ള ലോണുകളൊക്കെ അടച്ചു തീർക്കാൻ സാധിക്കും. എവിടെ നിന്നെങ്കിലും ഒക്കെ ആയിട്ട് ആവശ്യാനുസരണം സാമ്പത്തികം ലഭിക്കും. എല്ലാ വീടുകളിൽ നിന്നും കുടുംബത്ത് മിക്ക വീടുകളിലും ഇപ്പോൾ കേരളത്തിൽ അച്ഛനമ്മയും മാത്രം ഉണ്ടാവും, പിള്ളേരൊക്കെ പുറത്തായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒത്തിരി നാളായിട്ട് ലീവ് കിട്ടാതിരുന്ന ആൾക്കാർക്കൊക്കെ ഈ മിഥുനക്കൂറുകാരായിട്ടുള്ള ആയിട്ടുള്ള നക്ഷത്രങ്ങളിൽ വരുന്ന ആൾക്കാർക്ക് ചോദിച്ചാൽ പെട്ടെന്ന് വിദേശത്തു നിന്നും ഗൾഫിൽ നിന്നൊക്കെ ലീവ് കിട്ടും. എല്ലാവരുമായിട്ട് ആർഭാടമായിട്ട് 2-3 മാസമൊക്കെ നാട്ടിൽ വന്ന് അടിച്ചു പൊടിക്കാനുള്ള കണ്ടീഷൻ വരും. അങ്ങനെയൊക്കെ വിവിധങ്ങളായിട്ടുള്ള പല പല ഭാഗ്യങ്ങളും മിഥുനക്കൂറുകാർക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു കൊല്ലം മുഴുവനും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. 2026 10-ാം മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ വ്യാഴം അതിചാരത്തിലൂടെ കർക്കിടകത്തിലേക്ക് രാശി മാറും. ഈ സമയത്ത് 3-ര വ്യാഴം വരും. 3-ര വ്യാഴം, 6-ലെ വ്യാഴം എന്നൊക്കെ പറഞ്ഞാൽ അതിനിച്ചിരി എരിവ് കൂടുതലാണ്, അതിനിച്ചിരി നെഗറ്റിവിറ്റി കൂടുതലാണ്. കലഹം, ശത്രുത, എല്ലാ കാര്യത്തിലും. അതുപോലെ നമ്മൾ വളരെ സൗമ്യന്മാരായിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അവരെ സൈക്കിത്തന്നെ ഒരു ഒടക്കശീലം, റിബലായിട്ട് വർക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരു സംഗതിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കള്, സഹോദരന്മാര്, അതേമാതിരി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായിട്ടുള്ള സഹപ്രവർത്തകര്, സമൂഹ ജീവികളാണ് നമ്മളെല്ലാവരും. നമുക്ക് ജോലി ഉണ്ടാവും, ബിസിനസ് ഉണ്ടാവും. എന്നാലും കുറച്ച് നേരമൊക്കെ ലൈബ്രറിയിൽ വായനശാലയിലൊക്കെ പോയിരിക്കുന്ന ആൾക്കാരുണ്ടാവും, കുറച്ച് നേരം രാഷ്ട്രീയമുള്ള ആൾക്കാരുണ്ടാവും, കുറച്ച് നേരം ഏതെങ്കിലും ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ആൾക്കാരുണ്ടാവും. ഒരു പക്ഷേ ജോലിക്ക് പോണേക്കാൾ കൂടുതൽ സൗകര്യം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് നേരം ലൈബ്രറിയിൽ നമ്മുടെ പഴയ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് ഒരുമിച്ചിരിക്കുന്നതും ഭർത്താവ് മുതൽ രാഷ്ട്രീയം പറഞ്ഞൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പൊതുപ്രവർത്തനങ്ങളൊക്കെ ഒത്തിരി നടത്തുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ സൈഡ് ബിസിനസ്സുകൾ അത് നടത്തുന്ന ആൾക്കാരുണ്ടാവും. ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് എന്തെങ്കിലും രീതിയിലുള്ള പലഹാരങ്ങളോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള കൂണ് കൃഷി ഒത്തിരി ഫ്രണ്ട്സ് നമുക്ക് ഉണ്ട്, നല്ല ജോലിക്കാരൊക്കെയാണ്. അവർക്ക് കൂണ് കൃഷി ഉണ്ട്. ജോലി ചെയ്തിട്ട് വന്നിട്ടാണ് ഈ സാധനം വിതരണം ചെയ്യുകയും കാശ് മേടിക്കുകയോ ചെയ്യണത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണ മേഖലകളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ചെറിയ ചില തിരിച്ചടികൾ കിട്ടും. പാസ്സാവുമെന്ന് ഉദ്ദേശിച്ച ലോൺ അതുള്ള കാര്യങ്ങൾ വ്യാഴം നല്ല സ്ഥാനത്തായിട്ടിരുന്ന സമയത്ത് ബാങ്കിന് പേപ്പറൊക്കെ കൊടുത്തൊക്കെ ശരിയായ ലോൺ ഈ 3-ാം ഭാഗത്തേക്കൊക്കെ വ്യാഴം വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് സ്റ്റക്കാവും, അഭിപ്രായ വ്യത്യാസമാവും. പൊതുവെ ഒരു കലഹ സ്വഭാവം ആരായിട്ട് ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വഴക്കിലേക്ക് മാറാൻ
മൂന്നിൽ വ്യാഴം നിൽക്കുമ്പോൾ സഹോദരന്മാര് സുഹൃത്തുക്കള് ഇവരെല്ലാവരും നമുക്ക് അനുകൂലമായിട്ടൊക്കെ വരും. പക്ഷെ നമ്മുടെ വിചാരം ഇവരുടെ ആരും സഹായമൊന്നും വേണ്ട, നമ്മൾ സ്വന്തമായിട്ട് നടത്തോളൂ എന്നൊക്കെ വിചാരിച്ചും തന്നിഷ്ടം കാണിച്ചും നമ്മുടെ ദുർബുദ്ധി കാണിച്ചും ഒക്കെ അവരെയൊക്കെ വെറുപ്പിക്കും. എല്ലാ കൂട്ടുകാരന്മാരും ശരിയല്ല കേട്ടോ. ഇങ്ങനത്തെ സമയത്ത് ചില സൗഹൃദം കൂടി ചെയ്യുന്ന ചില കാര്യങ്ങളും കുഴപ്പമാവും. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അത് കഴിഞ്ഞിട്ട് 2026 ജനുവരി അവസാനമാകുമ്പോൾ ഈ വ്യാഴം വീണ്ടും കർക്കിടകത്തിലേക്ക് തന്നെ വരും. അപ്പോൾ നേരത്തെ പറഞ്ഞായിട്ടുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കും. 2 വ്യാഴത്തിന്റെ ഫലങ്ങളെല്ലാം കിട്ടും, വളരെ നന്നായിട്ട് തന്നെ ലഭിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ പുണർദം നക്ഷത്രം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിന്റെ ആദ്യവും അവസാനവും ശുഭമായിരിക്കും. മധ്യകാലത്ത് ഒരു ശകലം സമയം സൂക്ഷിച്ചൊക്കെ പ്രവർത്തിക്കണം. കാശെടുത്ത് ചിലവാക്കുമ്പോൾ വ്യാഴം ധനകാരകനാണ്, വ്യാഴം പുത്രകാരകനാണ്, വ്യാഴം ദൈവാധീനത്തിന്റെ കാരകനാണ്. അപ്പോൾ പുത്രന്മാരൊക്കെ ആയിട്ട് ഇടപെട്ടി കുഴപ്പമുള്ള കാലത്ത് പിള്ളേരെ കൂട്ട് ഉപദേശിക്കാനും ഭരിക്കാനും ചെല്ലരുത്. അപ്പം മക്കളാന്നൊക്കെ പറയുന്നതിൽ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ വലിയ ഇതിൽ അനുസരിക്കുന്ന മക്കളൊന്നുമില്ല. കുറച്ചൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കുക എന്ന് വെച്ചാൽ അവർക്ക് കൺട്രോൾ വേണം, ചിന്തിക്കേണ്ടെന്നൊന്നുമല്ല. അതുമാതിരി എല്ലാ കാര്യത്തിലും സമയം വെച്ചിട്ട് മോശമെന്നൊക്കെ വെച്ച് മാറി വയ്ക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. അടുത്തത് പുണർനക്ഷത്രത്തിന്റെ 2ാം ഭാഗമാണ്. പുണർനക്ഷത്രത്തിന്റെ 2ാം ഭാഗം കർക്കിടകക്കൂറുകാരാണ്. കർക്കിടകക്കൂറുകാരുടെ ഇപ്പം ഈ നടന്നുകൊണ്ടിരുന്ന സമയമോ ഇത്തിരി വിഷമായിരുന്നു. എന്നാ വെച്ചാൽ 12ാം സ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ്. യാതൊരു ദൈവാധീനം ഇല്ലാത്ത 10 വയസ്സുള്ള കാര്യങ്ങൾ നടക്കാതെ കടയും ബിസിനസ്സൊക്കെ നടത്തുന്നവരോട് ചോദിച്ചാൽ അറിയാം, ഒരനക്കമില്ല, കട തുറന്നിട്ട് തന്നെ കാര്യമില്ല, കിട്ടാനുള്ള കാശ് കിട്ടില്ല. ഈ 10 രൂപ കയ്യിൽ വന്നാലോ 15 രൂപ ചിലവാകും. അമ്പലത്തിലും പോകണമെന്നൊന്നല്ല, പള്ളിയിലും പോകണമെന്നൊന്നല്ല, പ്രാർത്ഥിക്കണമെന്നില്ല, ദൈവം എന്ന് കേൾക്കുമ്പോൾ തന്നെ കഴിക്കും. അതുപോലെ ഒരു വശമായിരുന്നു. അതുകൂടാതെയോ കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം 9ാം ഭാഗത്ത് വ്യാഴം നിൽക്കുക. വളരെ 9ാം ഭാഗത്ത് ശനി നിൽക്കുന്ന കാലമായിരുന്നു അവർക്ക്. അപ്പോൾ വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പല പല കുഴപ്പങ്ങളുണ്ട് അവരെ സംബന്ധിച്ച്. പല പല ബുദ്ധിമുട്ടുകളിലായിരുന്നു. തളർച്ച, ക്ഷീണം, കുരുത്തക്കേട്, ഒന്നും കൂടുതൽ ആലോചിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അബദ്ധത്തിൽ നിന്ന് വിടും. കുരുത്തക്കേടെന്നാണ് 9ൽ ശനി ഇരിക്കുമ്പോൾ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പല പല കുഴപ്പങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാലമായിരുന്നു കർക്കിടകക്കൂറുകാർക്ക്. പുണർദം കർക്കിടകക്കൂറുകാർക്ക് അവർക്ക് ഈ സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ടറി അടിച്ച ഒരു സമയം തന്നെ. ജന്മത്തിലേക്ക് കർക്കിടകത്തിലേക്ക് വ്യാഴം വരിക. അപ്പൊ ജന്മവ്യാഴം നല്ലതാണോ ജ്യോതിഷരെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മവ്യാഴത്തിന് പല പ്രശ്നങ്ങളുണ്ട്. സ്ഥാനഭ്രംശമുണ്ട്, അതേമാതിരി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, മക്കളൊക്കെ ആയിട്ട് ഇത്തിരി വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. വ്യാഴം ഉച്ചരാശിയിലേക്കാണ് വന്നേക്കുന്നത്. വ്യാഴത്തിന്റെ സ്വക്ഷേത്രത്തിനേക്കാൾ കൂടുതൽ ശക്തിയായിട്ടുള്ള രാശിയിലേക്ക് വ്യാഴം വരികയാൽ ഈ ജന്മവ്യാഴത്തിന്റെ ദോഷങ്ങളൊന്നും ഭവിക്കില്ല എന്ന് മാത്രമല്ല, കല്യാണം മുടങ്ങി കിടക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കല്യാണം നിൽക്കും. എന്നുവെച്ചാൽ 7ാം ഭാഗത്തേക്ക് ദൃഷ്ടിയുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ബൗദ്ധിക കാര്യങ്ങളിലോ ഒക്കെ കുഴപ്പമില്ല ആൾക്കാർക്ക് പെട്ടെന്ന് അത് ശരിയാവും. വിഷമമുള്ള കോഴ്സുകൾ അന്ന് ഇന്നലെ വിചാരിച്ചുകൊണ്ടിരുന്ന കോഴ്സുകൾ നന്നാവുകയോ അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ പാകത്തിന് കൃത്യമായിട്ട് നല്ലൊരു ട്യൂഷൻ മാസ്റ്ററോ വാദ്യാരോ കിട്ടാനോ സാധ്യതയുണ്ട്. നല്ല അന്വേഷണം എന്നിട്ട് ഇതുവരെ കിട്ടാത്ത പുസ്തകങ്ങൾ കിട്ടുക, അന്വേഷണം എന്നിട്ട് ഇതുവരെ കിട്ടാത്ത രീതിയിലുള്ള ഗുരുക്കന്മാരെ കിട്ടുക, പല പല മാനസികമായിട്ടുള്ള പല പല വൈഷമ്യങ്ങളിൽപ്പെട്ട ഒരുമാതിരി ട്രാപ്പിൽ പെട്ടുകൊണ്ടിരുന്ന ബുദ്ധിക്ക് പെട്ടെന്നൊരു അഴവും ഒരു ഉത്സാഹവും ഉന്മേഷവും ഒക്കെ ഒന്ന് ഭവിക്കുക. ഇത്ര നാളും ഞാൻ ഈ കൂടുണ്ടാക്കി കൂടിൻ്റെ ഉള്ളിൽ കിടന്ന മാതിരി ഇതുപോലുള്ള ട്രാപ്പിലാണല്ലോ കിടന്നേ. പെട്ടെന്ന് എൻ്റെ മനസ്സിനൊരു നന്മയൊക്കെ വന്നു, എൻ്റെ പല സംശയങ്ങൾക്ക് ഉത്തരം വന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ക്ഷേത്രത്തിൽ ഞാൻ പോവില്ല, അവിടെ ഒന്നും ആരും ഇരിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ട് ചില ആൾക്കാർ ഭക്തന്മാരൊക്കെ തന്നെയാണ്. അനുഭവം കൊണ്ടൊക്കെ അവരെ പറഞ്ഞതാണ്. അവരൊക്കെ ഓടി ഓടി അമ്പലത്തിലേക്ക് പോവുക. ഈ ആൾക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ രണ്ടുപേരും ഭഗവത്ഗീത വായിച്ചു നോക്കാം. അത് ഈ വേദം എന്ന് വെച്ചാൽ എന്താന്നുള്ളത് മനസ്സിലാക്കാം. വിഷ്ണു സഹസ്രനാമം കേട്ടേക്കാം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ പെട്ടെന്ന് വരിക. എന്നുവെച്ചാൽ പുണ്യം ഉണ്ടാവുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ പുണ്യം ദൈവത്തിനെ ഭജിക്കുമ്പോൾ മാത്രം കിട്ടുന്നതാണ് പുണ്യം. പണിയെടുത്ത് ബാങ്കിലേക്ക് കിട്ടുന്ന പൈസ അല്ല പുണ്യം. അല്ലെങ്കിൽ ആ പൈസ മുടക്കി ഭൗതികമായിട്ട് കൂടുതൽ സുഖിച്ച് സന്തോഷമായിട്ട് ജീവിക്കണമല്ല പുണ്യം. ഇതിനൊക്കെ ഇടയ്ക്കൊക്കെ ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, ഓരോ കർമ്മബന്ധങ്ങൾ തീർത്ത് കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വന്ന് കയറുന്നതായിട്ടുള്ള ദിവ്യജ്ഞാനമാണ് പുണ്യം. നന്മ ഒത്തിരി ഒത്തിരി ചെയ്യുമ്പോൾ, ദാനം കൊടുത്ത് കഴിയുമ്പോൾ
പലതും നമ്മൾ ത്യജിച്ച് കഴിയുമ്പോൾ ത്യാഗത്തിൽ നിന്നൊക്കെ നമ്മുടെ ഉള്ളറിവ്, നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ആരാണ്, നമ്മുടെ ഉള്ളിൽ ശരിക്കും ബ്രഹ്മം തന്നെയാണ്. എൻ്റെ ഹൃദയ ഗുഹയിലിരിക്കുന്ന സംഭവം തന്നെയാണ് ബ്രഹ്മം, ഞാൻ അന്വേഷിച്ചു പോയ ദൈവം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് മനസ്സിലാക്കിക്കോളുന്നല്ല, പക്ഷെ അങ്ങനത്തെ ഉള്ള കാര്യത്തിലേക്കൊക്കെ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പുണ്യം. ഒരു പ്രവൃത്തി ചെയ്ത് ഞാൻ നല്ലതാണ് നമ്മുടെ മുമ്പിൽ മനസ്സിലെ നീക്കിയിരിപ്പെന്ന് വെച്ചാൽ അതാണ് പുണ്യം. ഒരു പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോഴോ ചീത്തയായിട്ടാണ് വന്നേ തോന്നി, അത് പാപവും. നമുക്ക് മുമ്പിലേക്കുള്ള യാത്രയിൽ വളരെ പരമപോഷകവും ഊർജദായകവും ശക്തിദായകവുമായിട്ടുള്ള എന്തോ അത് പുണ്യവും. അതിന് നേരെ വിപരീതമായിട്ടുള്ള സാധനത്തിലെ പാപം എന്ന് പറയണു. അപ്പൊ വ്യാഴം 5ാം ഭാവത്തേക്ക് അല്ല വ്യാഴം ഈ ജന്മത്തിൽ നിൽക്കുമ്പോൾ ഈ അവിടെ നിന്നുകൊണ്ട് വ്യാഴം 5ലേക്ക് ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ കർക്കിടകക്കാർക്ക് ഈ പുണ്യം കിട്ടും. 3ാമത്തെ ഭാഗം 7ാം ഭാഗത്തേക്ക് വ്യാഴം അവിടെ നോക്കണ്ട, ഇവിടെ മുടങ്ങിക്കിടക്കുന്ന വിവാഹം, അതുമാതിരി റിലേഷൻഷിപ്പ് ഫെയിലർ ആയിപ്പോയ റിലേഷൻഷിപ്പ് ഒക്കെ പെട്ടെന്നൊരു ഊർജം കൈവരിക, പരസ്പരമായിട്ടുള്ള തെറ്റിദ്ധാരണയും കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ റിലേഷൻഷിപ്പൊക്കെ നഷ്ടപ്പെട്ട് അവൾ അവനെ സംശയിച്ചും അവൾ അവനെ സംശയിച്ചും അവൻ അവളെ സംശയിച്ചും ഒക്കെ ഒറ്റയടിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ ഓരോ സ്ഥലത്തിരുന്ന് ഉരുകുന്ന പ്രേമിതാക്കൾക്കും കാമിതാക്കൾക്കൊക്കെ മനസ്സന്തോഷം ഉണ്ടാവുക, പുതിയ പുതിയ റിലേഷൻസ് ഉണ്ടാവുക, പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ. അതിന് പുതിയ മാർഗങ്ങൾ ഉണ്ടാവുക, പുതിയ ഐഡിയോളജി ഉണ്ടാവുക, മുടങ്ങിക്കിടന്ന് തളർന്നു കിടന്ന പല പല കാര്യങ്ങൾക്കും ജീവൻ വയ്ക്കുക. അതിനായിട്ട് നമ്മുടെ ജീവിതത്തിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയുള്ള അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ പാകത്തിനുള്ള പുതിയ ഫ്രണ്ട്ഷിപ്പുകൾ വരിക. അതേമാതിരി ദൂരയാത്രകൾ, ഗൾഫിലേക്കോ അതുമാതിരി ഇവിടെ വിദേശയാത്രകൾ ഉണ്ടാവുക, കാശി, രാമേശ്വരം, തിരുപ്പതി അതുമാതിരിയുള്ള സ്ഥലത്ത്, ഗുരുവായൂർ അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ തീർത്ഥാടന ഭാഗ്യം ഉണ്ടാവുക. ഇതൊക്കെയാണ് കർക്കിടകക്കൂടുകാരുടെ പ്രശ്നം. അതുപോലെ തന്നെ ഈ 2 രാശിക്കാർക്കും വ്യാഴത്തിനെ പറ്റി മാത്രം പറയാനാണ് വന്നതെന്നുണ്ടെങ്കിലും അവർക്ക് ജാതകം പൂർണ്ണമായിട്ട് പറയുമ്പോൾ ശനിദോഷങ്ങളുണ്ട്. അതുകൊണ്ട് കണ്ടകശനി, അതുമാതിരി 9ൽ നിൽക്കുന്ന ശനി, ഇങ്ങനത്തുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരവും ശനിരാശിത്തിനുള്ള പരിഹാരം എന്താണ്, ശനിദോഷത്തിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവശാസ്താ ഭജനം ഉത്തമമാണ്. പരമശിവനെ കണ്ട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ഒക്കെ നല്ലതാണ്. അയ്യപ്പ സ്വാമിയൊക്കെ നീരാഞ്ജനം കത്തിച്ച് വെക്കുന്നതും ശബരിമലയ്ക്ക് പോകുന്നതും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ വ്യാഴപ്രീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ മിഥുനപ്പൂകാർക്കും കണ്ടകശനിയുണ്ട്. അതേമാതിരി വ്യാഴം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒക്കെ ഉണ്ടാവുന്നതിന് വേണ്ടി വിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യം ചെയ്യണം. കർക്കിടകക്കൂറുകാർക്ക് അടുത്ത വർഷത്തെ 2ാം ഭാഗത്തേക്ക് വ്യാഴം മാറുകയാണ്. 2ാം ഭാഗത്തേക്ക് വ്യാഴം മാറുന്നതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പറഞ്ഞു. അത് തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. വിഷ്ണു പ്രീതി ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട വളരെ ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞു തരാം. എന്നാന്ന് വെച്ചാൽ ഗുരുവായൂർ പോകണം, തിരുപ്പതി പോകണം ഒക്കെ വളരെ നല്ലതാണ്. എല്ലാവർക്കും പോകാൻ പറ്റില്ല, ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കും ഇങ്ങനത്തുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും തൊഴാൻ പറ്റില്ലല്ലോ. നമ്മുടെ അടുത്തുള്ള ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ, കൃഷ്ണനായിക്കോട്ടെ, രാമനായിക്കോട്ടെ, നരസിംഹ ആയിക്കോട്ടെ, അങ്ങനെ ഏത് രീതിയിലായാലും വിഷ്ണുവിൻ്റെ അവതാര വിഷ്ണു ക്ഷേത്രങ്ങൾ ഒക്കെ വിഷ്ണു ക്ഷേത്രം തന്നെയാണ്. വ്യാഴാഴ്ച അതൊക്കെ വിഷ്ണു ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം ഇവ നടത്തുക. ഒരു 2-3 പ്രാവശ്യം. വ്യാഴത്തിൻ്റെ സംഖ്യ 3 എന്നാണ്. അപ്പോൾ 3 വ്യാഴാഴ്ച അടുപ്പിച്ച്, 3 വ്യാഴാഴ്ച എന്നല്ല എല്ലാ വ്യാഴാഴ്ചയും ചെയ്യാം, എങ്കിലും 3 വ്യാഴാഴ്ചയെങ്കിലും കുറഞ്ഞത് ഈ വഴിപാട് അടുപ്പിച്ച് നടത്തുക. ബാക്കിയുള്ള വ്യാഴാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു നെയ്വിളക്ക് വെച്ച് തൊഴുക. സ്വന്തം കൈ കൊണ്ട് തന്നെ നെയ്വിളക്ക് കത്തിച്ച് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതിൽ പ്രത്യേകിച്ച് പൂജാരിയൊന്നും ആശ്രയിച്ചോളുന്നില്ല. മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, മഞ്ഞയുടെ കളറിൽ തന്നെ ലൈറ്റ് കളറായിട്ടുള്ള ക്രീം പോലുള്ള കളറുകൾ ഒക്കെ ധരിക്കുക. കളഭം, ചന്ദനം ഇത്യാദി കാര്യങ്ങളൊക്കെ കുളി കഴിഞ്ഞ് തൊടുക. നാരായണ എന്ന് ജപിക്കാനൊരു സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആരും കേൾക്കൊന്നും വേണ്ട, ഒരു മെഡിറ്റേഷൻ നടത്തുക. നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് ചെറിയ രീതിയിലൊരു മെഡിറ്റേഷനൊക്കെ നടത്തുക. ഇതൊക്കെ വ്യാഴപ്രീതിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ കാര്യം പറഞ്ഞു, ശനിയുടെ കാര്യവും അവശ്യ കാര്യങ്ങളും പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ജപിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജ്യോത്സ്യനെ കൊണ്ട്, കൊള്ളാവുന്ന ഒരു ജ്യോത്സ്യനെ കൊണ്ട് ജാതക പരിശോധന നടത്തണം. അവർക്ക് നമ്മുടെ ദശ എന്താണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ അതൊന്നും കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം എന്നെ കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, സമയം, ജില്ല ഇത്യാദി കാര്യങ്ങൾ ഇട്ട് തരിക. അപ്പോൾ അല്ലാതെ ഫോൺ നമ്പറിൽ വിളിക്കരുത്. യൂട്യൂബിൽ ഒരു കാരണവശാലും അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കരുത്. വാട്സാപ്പിൽ തന്നെ വരാൻ പറ്റുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത്, സമയം, നിങ്ങളുടെ ജില്ല, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട അറിയേണ്ടതായിട്ടുള്ള വിഷയങ്ങളും അതിനോടൊപ്പം ചേർക്കാം. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നതിൻ്റെ സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് വലിയ ചെലവുകളൊന്നുമില്ലാത്ത വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നിസ്സാരമായിട്ടുള്ളതല്ല കേട്ടോ. ഇന്നത്തെ ചെറിയ തോതിൽ എന്ന് പറഞ്ഞു, ഒരു ക്ഷേത്ര ദർശനം, അതേമാതിരി ഒരു മന്ത്രജപം, അതുപോലെ ഒരു യന്ത്രധാരണം, ഒരു ചെറിയൊരു ഏലസ്, രത്നധാരണം, അതുപോലെയൊക്കെയുള്ള വളരെ പണച്ചെലവ് കുറഞ്ഞായിട്ടുള്ള, അല്ല വലിയ ഹോമവും ബലിയൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ പറഞ്ഞിട്ടിരിപ്പുണ്ട്. ഇതൊന്നും വേണ്ട. ശരിക്കും നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുള്ള ശരിയായിട്ടുള്ളൊരു ആഗ്രഹവും കൊണ്ട് നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവത്തിന് നിങ്ങൾക്ക് സ്വായത്തമാക്കാനായിട്ട് ഈ പറഞ്ഞതായിട്ടുള്ള മലയൊന്നും മറക്കേണ്ട. അത്ര ദൂരമൊന്നും അല്ല ദൈവം ഇരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ രസം. ആധ്യാത്മികമായിട്ട് നിങ്ങളൊരു നേട്ടമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ അതിനു വേണ്ടി ഭയങ്കരമായിട്ടുള്ള ഒരു പാടും പെടേണ്ട കാര്യമില്ല. തല കുത്തി നിൽക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. വളരെ നിസ്സാരമായിട്ട് നിഷ്കളങ്കമായിട്ട് കൊച്ചുകുട്ടികളുടെ മനസ്സോടുകൂടി പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അപ്പം അതുകൊണ്ട് എല്ലാ പുണർദ നക്ഷത്രക്കാർക്കും ഈ വ്യാഴമാറ്റം വളരെ അനുഗുണവും ഫലപ്രദവും ഗുണപ്രദവുമായിട്ട് ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സംഭാഷണം ഞാൻ നിർത്തുകയാണ്.